അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മദ്രസ പ്രസ്ഥാനത്തെക്കുറിച്ച്, മദ്രസയിലേക്ക് മക്കളെ അയക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേരതിന് നല്ല കമൻറ്റുകൾ, സന്തോഷം നിറഞ്ഞ കമൻറ്റുകളുണ്ട്. ഇസ്ലാമോഫോബിയ ഉള്ള കുറച്ചാളുകൾ അതിനെ എതിർത്തും പറഞ്ഞിട്ടുണ്ട്. സത്യത്തിലൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊക്കെ കേരളക്കാരാണ്. ഞാൻ ഒരുപാട് നാടുകൾ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ കിട്ടിയ ഒരു പ്രത്യേകത, നമ്മൾ കേരളത്തെ ഒന്നുകൂടി സ്നേഹിക്കാൻ ഒരു വകുപ്പുണ്ട്. ഞാൻ മലേഷ്യ, സിംഗപ്പൂർ, ബ്രൂണൈ, ഇന്തോനേഷ്യ, ചൈന, അതുപോലെ GCC രാഷ്ട്രങ്ങളെല്ലാം സന്ദർശിച്ചപ്പോൾ കിട്ടിയ ഒരു അനുഭൂതി, അവിടെയൊക്കെ കാണുന്നൊരവസ്ഥ, മതപരമായി ഉള്ള ഒരു പ്രത്യേക ഒരു മാറ്റം, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതായി കാണാതെ നിസ്സാരമായി കാണുന്നൊരവസ്ഥയിൽ കേരളത്തിൽ എല്ലാ വിഷയവും ഒരു പ്രത്യേകതയുണ്ട്. മാതാപിതാക്കളോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, ഭാര്യ ഭർത്താക്കന്മാരോടുള്ള സ്നേഹം, കുടുംബത്തെ ചേർത്ത് പിടിക്കുക, പരസ്പരം സഹായിക്കുക, സഹകരിക്കുക, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ വലിയ മാറ്റം മറ്റുള്ള രാഷ്ട്രത്തേക്കാൾ ഉപരി, അവിടെ ഇല്ല എന്നല്ല, ഉപരി നമുക്കിവിടെ ഉണ്ട്. ഒരു മജ്ലിസോ ഒരു സ്ഥലമോ സംഘടിപ്പിച്ചാൽ അവിടെ കൂടുന്ന ജനം, ആ അച്ചടക്കത്തോടെ ഇരിക്കുന്ന ജനം, ഇത് മറ്റൊരു രാഷ്ട്രത്തിൽ ഇതുപോലെ കാണാൻ കഴിയില്ല. എല്ലാം അവരവരുടെ താല്പര്യമാണ്. നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ ഈ ലോകത്തിൻ്റെ ഏത് വിഷയത്തിലും കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ്. ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ രാവിലെ എഴുന്നേറ്റ ഉടനെ മദ്രസയിലേക്ക് പുസ്തകവും സിലേറ്റും എടുത്ത് പോകുന്ന ആ ഒരു പ്രവണത നമ്മുടെ നാട് പോലെ മറ്റൊരിടത്ത് കാണാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദ് അടക്കമുള്ള കഴിഞ്ഞകാല പണ്ഡിതന്മാരുടെ ദീർഘവീക്ഷണമാണ് ഈ മദ്രസ പ്രസ്ഥാനം ഇങ്ങനെ വളർന്ന് പന്തലിച്ചത്. പക്ഷെ ഇന്ന് മദ്രസ പ്രസ്ഥാനത്തോട് 90% രക്ഷിതാക്കളും വേണ്ടത്ര ഉത്സുകത കാണിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൻ്റെ ശൈലി മാറ്റിയെടുക്കാൻ, മതപരമായ വിഷയത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയാൻ മദ്രസ പ്രസ്ഥാനത്തിന് കഴിയൂ. നമ്മുടെ മക്കളെ മദ്രസ പ്രസ്ഥാനത്തിൽ നിന്ന് പിന്മാറ്റിയാൽ ആ കുട്ടികൾ നാട്ടിന് ഉപകാരമില്ലാത്ത മക്കളായി വളരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മുടെ മക്കളെ നന്നായി വളർത്താൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ മദ്രസ പ്രസ്ഥാനത്തിന് സ്ഥാനം കൊടുക്കണം. കുട്ടികളെ 1 മണിക്കൂറോ 1.5 മണിക്കൂർ മാത്രമേ മദ്രസയിലുള്ളൂ, അത് തന്നെ പറ്റിയെങ്കിൽ അയക്കും. സ്കൂൾ ഒഴിവാണെങ്കിൽ അന്ന് മദ്രസ വേണ്ട. മദ്രസ എന്നതൊരു സില്ലിയായി കാണുന്നൊരവസ്ഥ വരുന്നത് കൊണ്ടാണ് നമ്മുടെ മക്കൾ, വളരുന്ന തലമുറ വളരെ മോശമായി വരുന്നത്. ഉമ്മാനെയും ഉപ്പാനെയും അംഗീകരിക്കാത്ത, സ്നേഹിക്കാത്ത മക്കൾ വളരുന്നത്, ദീനിന് വേണ്ടത്ര പ്രാമുഖ്യം കൊടുക്കാതെ വളരുന്നത്, ഒരു ചെറിയ നജസിൻ്റെ കാര്യത്തിൽ പോലും അറിയാത്ത മക്കളുണ്ട്. ഏതോ ഒരു കുട്ടി ചോദിച്ചത്രേ മൂത്രമൊഴിക്കുമ്പോൾ ഉമ്മ പറഞ്ഞത്രേ കഴുകാൻ. അപ്പോൾ ഉമ്മാനോട് കുട്ടി പറഞ്ഞത്രേ ദിറ്റ് ഈസ് വാട്ടർ, ദാറ്റ് ഈസ് വാട്ടർ, ഇതും വെള്ളം അതും വെള്ളം, പിന്നെന്തിനാ കഴുകണ്, രണ്ടും വെള്ളമല്ലേ എന്നാണ് പറഞ്ഞത്. ഒരല്പം പോലും ദീനീ രംഗത്ത് വേണ്ടത്ര കഴിയാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ മക്കൾ മോശമായി വളരും. നമ്മുടെ മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം വേണ്ടത്ര കൊടുത്തില്ലെങ്കിൽ വളരും തലമുറ വളരെയധികം അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് രക്ഷിതാക്കൾ ശരിക്കും മനസ്സിലാക്കി
നമ്മുടെ മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുക്കണം. അതൊരു 5 വരെ 6 വരെ അല്ലെങ്കിൽ +2 വരെ ആക്കരുത്. ആ കുട്ടി പഠനകാലം അവസാനിക്കുന്നത് വരെ മദ്രസയിലും ദർസിലുമൊക്കെയായി ആ മക്കളെ പഠിപ്പിച്ച് അത്യാവശ്യം ഒരു മതപരമായ ഇൽമ് ആ കുട്ടിക്ക് ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസവും വേണ്ടത്ര വേണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഭൗതികവും നല്ലോണം വേണം, ഭാഷാ പഠനം വേണം, എല്ലാം വേണം. പക്ഷേ മതം വിട്ടുകൊണ്ടുള്ള പഠനം അത് നമ്മുടെ മക്കളെ അപകടത്തിലേക്ക് എത്തിക്കും എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആകത്തുക.